ഷിരൂരിൽ നടക്കുന്നത് എന്തുതരം രക്ഷാപ്രവർത്തനമാണ്? കർണാടക സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതെല്ലാം. കേരളത്തിലായിരുന്നുവെങ്കിൽ പിണറായി സർക്കാർ അങ്ങ് മറിച്ചേനെ എന്നൊക്കെയാണ് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. അതിൽ പോരാളി ഷാജി ഇട്ട ഒരു തള്ള് ഇങ്ങനെയാണ്: അർജുന്റെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്താണെന്ന് കേരളത്തെ കണ്ടു പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. പിണറായിയെ ചീത്ത വിളിച്ചോളൂ, പക്ഷെ ഒരാപത്ത് സമയത്ത് ഈ മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ്. ഓക്കി, 2 പ്രളയങ്ങൾ, നിപ്പ, കോവിഡ് തൊട്ട് അവസാനം ജോയ്ക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വരെ എത്ര മികച്ച രീതിയിലാണ് ടീം പിണറായി കൈകാര്യം ചെയ്തത്. വെറുതെയല്ല പിണറായി വിജയനെ ദ ടെലിഗ്രാഫ് വിശേഷിപ്പിച്ചത് ക്രൈസിസ് മാനേജർ എന്ന്. കിട്ടിയ അവസരത്തിൽ പോരാളി അണ്ണൻ അങ്ങ് തള്ളി മറിച്ചിട്ടുണ്ട്. കവളപ്പാറയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇപ്പോഴും 11 പേർ മണ്ണിലടിയിലാണ് ഷാജിയെ. ഓക്കി ഫണ്ട് അടിച്ചു മാറ്റിയതും ഡാം തുറന്നുവിട്ട് മലയാളിയെ കൊല്ലിച്ചതും നിപ്പയും കോവിഡുമൊക്കെ ശൈലജ ടീച്ചർ ഓടി നടന്ന് മാനേജ് ചെയ്തതും ഇപ്പോൾ ജോയ് മരിക്കാനിടയായ കോർപ്പറേഷന്റെ പിടിപ്പുകേടുമെല്ലാം അങ്ങ് വിഴുങ്ങിക്കോണം ഷാജി അണ്ണൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ കാര്യങ്ങൾ. ഇനി നടക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറയട്ടെ ഷാജി അണ്ണ. കേരളത്തിന്റെ മണ്ണും കുന്നും മലയും സകലമാന ഇടങ്ങളും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ട് അവരത് തുരന്നും കുഴിച്ചും കാശുണ്ടാക്കുന്നു. അതിന്റെ പങ്ക് വാങ്ങിയിട്ട് സുരക്ഷിതനായി പിണറായിയും കുടുംബവും ഇരിക്കുന്നു. അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ്. തലയ്ക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽപ്പുണ്ട് കുറച്ച് കുന്നുകൾ. ഷിരൂരിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിലുണ്ടാകും. കേരളം ചർച്ച ചെയ്യുന്നത് ഷിരൂരിലെ രക്ഷാപ്രവർത്തനമാണ്. കേരളത്തിലുമുണ്ട് ഇതുപോലെ അപകടം നിറഞ്ഞ റോഡുകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ റോഡ് മഴക്കാലത്ത് ആശങ്കയാണ്. 2017 റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഗ്യാപ്പ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ 6-ലധികം മലയിടിച്ചിലുകളാണ് ഉണ്ടായത്. 2019 ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു മണ്ണുമാന്തി യന്ത്രവും അന്ന് മണ്ണിനടിയിൽ പോയി. ഗ്യാപ്പ് റോഡിൽ പാറ പൊട്ടിച്ച് വീതി കൂട്ടിയ ഭാഗത്താണ് പതിവായി മണ്ണിടിയുന്നത്. അശാസ്ത്രീയമായ പാറ ഖനനമാണ് മലയിടിച്ചിലിന് കാരണമെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ്പ് റോഡിൽ കൂടി ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ. ചെറിയ കുന്നിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ വരെ റോഡിൽ വീണിരുന്നു. ഗതാഗതം ദിവസങ്ങളോളം നഷ്ടപ്പെടും. ഈ വർഷം ജൂൺ 9 മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. 2023 ജൂലൈയിലും വൻതോതിൽ മലയിടിഞ്ഞു. 2017 ഓഗസ്റ്റിലാണ് ദേശീയപാത നവീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് 381 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ദേശീയപാത വിഭാഗത്തിന്റെ തീരുമാനമെങ്കിലും പല കാരണങ്ങളാൽ ഇത് 6 വർഷം വരെ നീണ്ടു. 2018 പ്രളയം, തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിയും റോഡ് നിർമ്മാണത്തെ ബാധിച്ചു. ദേവികുളം, ഗ്യാപ്പ്, ആനയിറങ്കൽ എന്നിവിടങ്ങളിലെ 2.5 കിലോമീറ്ററോളം റോഡിലെ മരം മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് വനം വകുപ്പുമായുണ്ടായ തർക്കവും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി. അങ്ങനെ പാളിയ നിർമ്മാണങ്ങൾ ഈ റോഡിനെ അപകട മേഖലയാക്കി. ഈ റോഡ് കർഷകർക്കും ദുരിതമാണ്. 2020 ഓഗസ്റ്റ് 6 മലയിടിച്ചിലിലും 2 കർഷകരുടെ കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായിപ്പോയി. പല സമയത്തായുണ്ടായ മലയിടിച്ചിലിൽ 20-ലേറെ കർഷകരുടെ കൃഷിഭൂമി പാറ വീണ് നശിച്ചിരുന്നു. ഈ റോഡ് അപകടം നിറഞ്ഞതാണെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പിണറായി സർക്കാരിന് മുന്നിൽ എത്രയോ നിവേദനങ്ങൾ വന്നു. ഒരെണ്ണം പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വേണ്ട നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? തീർന്നില്ല, ഇനിയുമുണ്ട് ഭീതി ഉയർത്തുന്ന കുന്നുകൾ. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ അർജുന് വേണ്ടി കർണാടകയിൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് കയ്യകലത്തിലെ അപകട സാധ്യതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത്. ഇതേ മണ്ണിടിച്ചിൽ കൊയിലാണ്ടിയിലെ കൊല്ലം കുന്നിയോറ മലയിലാണ് ഉണ്ടാവുകയെങ്കിൽ ദുരന്ത വ്യാപ്തി കൂടും.